വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ 8ാം വാർഷികാഘോഷം പ്രിസ്മോറിയ 2026 വർണ്ണാഭമായ പരിപാടികളോടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ജോസഫ് അന്നംകുട്ടി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളോട് പറയാം, 100 പേര് എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ 5 പേരൊക്കെ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഇന്നിവിടെ വന്ന് 15 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ പോയി കഴിയുമ്പോൾ ഒരു അടിപൊളി പ്രസംഗം നടത്തി ഒരുപാട് പേർക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് വിളിക്കും, കേൾക്കുമ്പോൾ ഒരു എനർജി, അത് കഴിയുമ്പോൾ എന്തെന്നുള്ളതാണ്. നമുക്കൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഒരുപാട് കലാപരിപാടികൾ കാണും. നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ അതിൻ്റെ ആ നേരത്തെ നീ ഇങ്ങനെ വീശാൻ, ഞാൻ എത്ര തവണ പറഞ്ഞാൽ എങ്ങനെ വീശാൻ എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് അവരെ ഉപദ്രവിക്കരുത്. അത് നന്നായിരുന്നു, ഇടയ്ക്കൊക്കെ എന്നെ മറന്നു, അമ്മയും പണ്ട് ഡാൻസ് കളിച്ചപ്പോൾ ചിരാതെടുക്കാൻ മറന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യരുത്. നാളെ സ്റ്റേജ് കയറുമ്പോൾ പേടിയായിരിക്കും. പിന്നെ നിങ്ങളുടെ മക്കൾ എല്ലാത്തിലും ഫസ്റ്റ് പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ 1ാം ക്ലാസ് തുടങ്ങി ഇവിടെ എത്തി നിൽക്കണവരെ ഈ ഭൂമിയിൽ എൻ്റെ സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. സേഫസ്റ്റ് പ്ലേസ്. പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ, ചീരിപ്പായ്ന്ന വെടി കൊണ്ട് ഇടയ്ക്ക് വെച്ച് നിന്നപ്പോൾ, ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ തോറ്റുപോയപ്പോൾ എനിക്ക് ആശ്വാസത്തോടും തല ഉയർത്തി തന്നെ തിരിച്ചു വരാൻ പറ്റുന്നൊരിടം എൻ്റെ വീടായിരുന്നു. ഞാൻ ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ ഫസ്റ്റ് എത്തിക്കാൻ, എല്ലാത്തിനും മുമ്പിലെത്തിക്കാനൊക്കെ ഇങ്ങനെ പരിശ്രമിക്കുന്നത് കാണാറുണ്ട്. ഞാൻ പറയുന്നത് നല്ലതാണ്, വാശി പിടിക്കരുത്. മണപ്പുറം ഫിനാൻസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാർ അധ്യക്ഷനായി. മണപ്പുറം ചിറ്റ്സ് MD ഡോക്ടർ KG രവി, മോട്ടിവേഷണൽ സ്പീക്കർ ജയപ്രകാശ് ബാലൻ, കലാമണ്ഡലം ഹൈമാവതി, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് PR അജിൽ, സ്കൂൾ പ്രിൻസിപ്പൽ മിൻഡ്രു P മാത്യു, സ്കൂൾ കോർഡിനേറ്റർ ശ്രീമതി സുഗീഷ കൊച്ചത്ത്, സ്കൂൾ ക്യാപ്റ്റൻ ബ്രൈറ്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.